സ്വീറ്റ് ഹോം സീസൺ 2 മൂന്നാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണാത്തവർ അത് പോയി കാണുക, അല്ലെങ്കിൽ യാതൊന്നും മനസ്സിലാകുന്നതല്ല. വെൽക്കം ടു ദ മൂവി ടൈം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് സുയോങ്ങിന്റെ മരണത്തെ തുടർന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ ടീമിനെയാണ്. അതിനുശേഷം അവർ നേരെ റെഫ്യൂജ് സെന്ററിലേക്ക് മടങ്ങുന്നു. എന്നാൽ നമ്മുടെ യോങ്സുവിന് അവിടെ വിട്ടുപോകാൻ തീരെ താല്പര്യമില്ല. അവൻ അവൾക്കൊപ്പം അവിടെ തനിച്ചിരിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഹിച്ച് ഹൈക്കർ, അതായത് ആ ആളില്ലേ, അയാൾ അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മിയോങ്ങിനെയാണ്. പുള്ളിക്കാരന്റെ പവർ തിരിച്ചു വരികയാണ്. ഇതേ സമയത്താണ് നമ്മുടെ ഈ ക്യോങ്ങും അങ്ങോട്ടെത്തുന്നത്. അപ്പോഴാണ് തന്റെ ബോയ് ഫ്രണ്ടിനെയായിരുന്നു അവർ എക്സ്പെരിമെന്റ് നടത്തിയതെന്നുള്ള വലിയ സത്യം അവൾ മനസ്സിലാകുന്നത്. അതായത് സാങ്വോൺ എന്നു പേരുള്ള ആ കോമറ്റസ് ഇൻഫെക്റ്റീവ്. ഇത് കണ്ടതും അവളുടെ നെഞ്ച് തകർന്നുപോയി. പിന്നീട് അവൾ അവിടെ ഇരുന്ന് കരയുകയാണ്. അപ്പോഴാണ് അത് സംഭവിച്ചത്. ഫസ്റ്റ് സീസണിൽ ഇവൾ പ്രഗ്നന്റ് ആയത് നമുക്കറിയാവുന്നതാണ്. അതേ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട് ഇപ്പോൾ. അവൾ ആ പെയിന് കൊണ്ട് കിടന്ന് പിടയുകയാണ്. എന്നാൽ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ദേ കണ്ടില്ലേ, ഇത് നമ്മുടെ മിയോങ്ങും കാണുന്നുണ്ടായിരുന്നു. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ ലിമ്മിനെ അവർ നേരെ കൊടുത്തിരിക്കുന്നത് പ്രൈം മിനിസ്റ്ററിന്റെയും ഗാങ്ങിന്റെയും അടുത്തേക്കാണ്. അല്ല, പ്രൈം മിനിസ്റ്ററിന് എന്താ ഇവിടെ റോള്? അയാൾക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനൊരു വാക്സിൻ കണ്ടുപിടിക്കണം. കാരണം ഈ മോൺസ്റ്ററൈസേഷൻ എന്ന് പറയുന്ന രോഗത്തിന് ഒരു പ്രതിവിധിയും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മനുഷ്യരാശി ഒരു വൈറസ് ആണെന്ന് പറയുന്ന ഫസ്റ്റ് എപ്പിസോഡിലെ ലിമ്മിനെ നമ്മൾ കണ്ടത്. അന്ന് അയാൾക്ക് വാക്കു കൊടുത്തതാണ് ലിം ഇതിന് ഒരു വാക്സിൻ കണ്ടുപിടിക്കുമെന്ന്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനൊരു പ്രതിവിധിയും ലിം കണ്ടുപിടിച്ചിട്ടില്ല. ഇവിടെയാണെങ്കിലോ ഒരുപാട് ആളുകൾ റെഫ്യൂജ് സെന്ററിലേക്ക് വരികയാണ്. അതിൽ നമ്മുടെ ഗ്രീൻ ഹോം നിവാസികളുമുണ്ട്. അങ്ങനെ ആളുകളെല്ലാം ക്യൂ നിന്ന് ലഗേജുകളെല്ലാം മറ്റൊരു സ്ഥലത്ത് വെച്ച് പോകുമ്പോഴാണ് ഒരു പ്രശ്നം. നമ്മുടെ ഹിച്ച് ഹൈക്കർ ഇല്ലേ, അയാളടുത്ത് ഒരുപാട് ലഗേജുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അയാളെ റെഫ്യൂജ് സെന്ററിനകത്തേക്ക് കയറാൻ പട്ടാളക്കാർ സമ്മതിക്കുന്നില്ല. എന്നാൽ അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് അവിടെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അയാൾ അവിടെ വിട്ടുപോയി. ഇതേ സമയം നമ്മുടെ ചാനെയും കാണിക്കുന്നുണ്ട്. അവൻ ഇനി മുതൽ ഗ്രീൻ ഹോം നിവാസികളുടെ കൂടെ നിൽക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതവൻ അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. നമ്മുടെ സർജൻ ഇൻഹ്വാനും ടീമും നേരെ എത്തിച്ചേർന്നിരിക്കുന്നത് ബാംസിയോമിലേക്കാണ്. അയാൾ നേരെ ജനറൽ ഹാൻഡ് അടുത്തേക്ക് ചെന്ന് മരിച്ചുപോയ പട്ടാളക്കാരുടെ ടാക്സ് എല്ലാം അയാളെ ഏൽപ്പിക്കുകയാണ്. എന്നാൽ അയാൾക്ക് വലിയൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഇവർ ദൗത്യം ഉപേക്ഷിച്ച് മടങ്ങണം. കാരണം ഈ മോൺസ്റ്ററൈസേഷന് ഇതുവരെ ഒരു പരിഹാരവും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് നമുക്ക് അറിയാവുന്നതല്ലേ. കുറച്ച് ശക്തരായ മനുഷ്യരെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ടേ. അതുകൊണ്ടാണ് നമ്മുടെ ജനറൽ അങ്ങനെ പറഞ്ഞത്. എന്നാൽ നമ്മുടെ സർജന്റ് അത് ചെവികൊള്ളുന്നില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ റെഫ്യൂജ് സെന്ററിലെ ആളുകളെയാണ്. ഓരോരുത്തരായി റെഫ്യൂജ് സെന്ററിനകത്തേക്ക് പോവുകയാണ്. പോകുന്നതിനിടെ അവർ ഹ്യൂമൻ ആണെന്നും ചെക്ക് ചെയ്യുന്നുണ്ട്. കയ്യിൽ ഒരു ബ്ലേഡ് എടുത്തു വരയും. ആ മുറിവ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഭേദമാവുകയാണെങ്കിൽ അവർ മോൺസ്റ്റർ ആണെന്ന് വരുത്തി തീർത്ത് അവരെ പുറത്താക്കും. അതെ, ഇതുപോലെ തന്നെ ഒരാളെ പുറത്താക്കുന്നതായും നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ഹീറോയിന്റെയും യോങ്സുവിന്റെയും എല്ലാം ഊഴം കഴിഞ്ഞു. ഇനി നമ്മുടെ ജിസു ആണ്. ജിസുവിനാണെങ്കിലോ വയറിൻ ഭാഗത്ത് നിന്ന് ബ്ലഡ് എല്ലാം വരുന്നുണ്ട്. കാരണം സീസൺ 1 ഇവളെ ഓപ്പറേഷൻ ചെയ്തതായി നമ്മൾ കണ്ടതല്ലേ. അതുമാത്രമല്ല, ശരിക്കും ഇത് ജെഹ്യൂനുമായി ഏറ്റുമുട്ടിയപ്പോൾ അതിലും അവൾക്ക് പരിക്കു പറ്റിയിരുന്നു. അവിടെ നിന്നും ബ്ലഡ് വരുന്നത് കാരണം തന്നെ അവൾ അത് കൈകൊണ്ട് അമർത്തി പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ കുറച്ചൊക്കെ മനുഷ്യത്വമുള്ള ഒരു ജോലിക്കാരനായിരുന്നു അവളെ നിരീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ കൂടുതലൊന്നും ചോദിക്കാതെ അവളെ പറഞ്ഞു വിടുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സർജന്റ് കിമ്മിനെയും ജിൻഹോ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനെയുമാണ്. ഇവിടെയാണ് നമ്മുടെ സർജന്റ് ഇൻഹ്വാനെ കുറിച്ചുള്ള പല കിംവദതികളും പരക്കുന്നത്. അതായത് നമ്മുടെ സർജന്റ് കിം പറയുന്നത് ഇൻഹ്വാന് എന്തൊക്കെയോ കുഴപ്പമുണ്ട്, അയാളുടെ ഫാമിലിയെ വരെ അയാൾ കൊന്നു കളഞ്ഞു. എന്നാൽ ജിൻഹോക്ക് ഇതൊന്നും വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ തന്നെ ജനറൽ ഹാൻ മരിച്ചു കിടക്കുന്നതായും നമുക്ക് കാണാം. ശരിക്കും അയാളെ കൊന്നിരിക്കുന്നത് നമ്മുടെ ഇൻഹ്വാൻ തന്നെയായിരിക്കുമോ? ഇതിനിടയിൽ നമ്മുടെ ബാംസിയോമും കാണിക്കുന്നുണ്ട്. ഡോക്ടർ ലിം ഇതിനിതുവരെ ഒരു വാക്സിനും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ഇതിനയാൾ ഒരുപാട് ടൈമും ലിമ്മിന് വേണ്ടി കൊടുത്തിരുന്നു. ഇതിന്റെയൊക്കെ ദേഷ്യം കാരണം പ്രൈം മിനിസ്റ്റർ അയാളുടെ കയ്യിലേക്ക് ഷൂട്ട് ചെയ്യുകയാണ്. വേദന കൊണ്ട് നമ്മുടെ ലിം കിടന്ന് പിടയുന്നു. അവിടെ സീൻ കട്ടായി. ഇപ്പോഴാണ് ഹാൻ സൂയിസൈഡ് ചെയ്തതാണെന്ന് നമുക്കറിയുന്നത്. ശരിക്കും എന്തിനായിരിക്കും അയാൾ സൂയിസൈഡ് ചെയ്തത്? ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഡോക്ടർ ലിമ്മിലൂടെ എന്തിരുന്നാലും ഇനി വാക്സിൻ കിട്ടില്ല എന്ന് അയാൾക്ക് മനസ്സിലായില്ലേ. അതുകൊണ്ട് തന്നെ റെഫ്യൂജ് സെന്ററിലെ ആളുകളെ തുടച്ചു നീക്കാനാണ് അയാളുടെ പ്ലാൻ. പിന്നീട് അവർ റെഫ്യൂജ് സെന്ററിന് നേരെ ആക്രമിക്കുകയാണ്. ആദ്യത്തെ റോക്കറ്റ് വന്ന് പതിച്ചതും ആളുകളെല്ലാം ഓടാൻ വേണ്ടി തുടങ്ങി. അതുകൊണ്ട് തന്നെ തിക്കിലും തിരക്കിലും പെട്ട് ഗ്രീൻ ഹോം നിവാസികൾ വേർപിരിഞ്ഞു. പിന്നീട് ഓരോ റോക്കറ്റുകളും പതിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ആളുകളെല്ലാം നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. ഇതിനിടയിൽ നമ്മുടെ ജിസുവും ഉണ്ട്. പുള്ളിക്കാരിക്ക് നേരെ വണ്ണം ഓടാൻ പോലും കഴിയുന്നില്ല. അപ്പോഴാണ് അവൾ യോങ്സുവിന്റെ ശബ്ദം കേൾക്കുന്നത്. അവൻ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. നമ്മുടെ പയ്യന്റെ നിലവിളിയെല്ലാം കേട്ട് ജിസു അവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. അപ്പോഴേക്കും നമ്മുടെ റെഫ്യൂജ് സെന്റർ ആകെ തകർന്ന് തരിപ്പടമായിരുന്നു. ഇതെല്ലാം ചെറു പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ. ലിമ്മിനെയും അവർ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ്.
നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ പെട്ടെന്നാണ് നമ്മുടെ സർജന്റ് ഇൻഹാനും ഗ്രൂപ്പും അങ്ങോട്ട് വരുന്നത്. അവർ അവിടെയുള്ള എല്ലാവരെയും തുരെ ഷൂട്ട് ചെയ്യുകയാണ്. അവിടെയുള്ള എല്ലാവരുടെയും കഥ കഴിഞ്ഞു. അപ്പോഴാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരു മോൺസ്റ്ററായി മാറുന്നത്. അയാൾ ഒരു പട്ടാളക്കാരനെ പോയി ആക്രമിക്കുകയാണ്. ഇത് കണ്ട് നമ്മുടെ സർജന്റ് മോൺസ്റ്ററിന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. ആ മോൺസ്റ്റർ നമ്മുടെ സർജന്റിനെ പോയി ആക്രമിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ കിം അങ്ങോട്ടെത്തുന്നത്. പിന്നീട് മോൺസ്റ്ററിനെ അപ്പുറത്തേക്ക് കിക്ക് ചെയ്തിട്ട് മോൺസ്റ്ററിനെ ഫയർ ചെയ്യുകയാണ് അയാൾ. പിന്നീട് അവർ ഡോക്ടർ ലിമ്മിനെയും കൂട്ടി ലാബ് മുഴുവൻ ബോംബും വെച്ച് അവിടെ നിന്നും പുറപ്പെട്ടു. ഇതേ സമയത്ത് നമ്മുടെ ഈ ക്യോങ്ങിനെയും കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരി നേരത്തെ ബോധം കെട്ട് വീണിരുന്നില്ലേ? അവിടെ തന്നെ നമ്മുടെ മിയോങ് മോൺസ്റ്റേഴ്സിനെ എല്ലാം സെല്ലും തുറന്നു വിടുന്നുണ്ട്. ഇനി അവന്റെ അടുത്ത ലക്ഷ്യം ചായുവിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഇതിനകം തന്നെ നമ്മുടെ ഈ ക്യോങ്ങും പുറത്തെത്തിയിരുന്നു. ആ സമയത്താണ് മിയോങ് നമ്മുടെ ചായുവിനെ കണ്ടുപിടിക്കുന്നത്. അവനൊരു ഗ്ലാസ് കേജിലായിരുന്നു. നിന്നെ രക്ഷിക്കണോ അതോ കൊല്ലുന്നതാണോ നല്ലത് എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ തിരിഞ്ഞതും ദേഷ്യം വന്ന നമ്മുടെ ചായുൻ ഗ്ലാസ് കേജും തകർത്ത് മിയോങ്ങിനെ പോയി ആക്രമിക്കുകയാണ്. എന്നാൽ ചായുവിന് അവനുമായി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. വീണ്ടും നമ്മുടെ മിയോങ് അവനെ ആക്രമിക്കാൻ വേണ്ടി നിന്നതും അവന്റെ കണ്ണ് മുഴുവനായി ബ്ലാക്ക് ആയി മാറുകയാണ്. അതേ നമ്മുടെ ചായുവിന്റെ സ്പെഷ്യൽ പവർ. പെട്ടെന്ന് തന്നെ പുള്ളിക്കാരന്റെ ഒരു കൈ വലിയൊരു ചിറകായി മാറുകയാണ്. അതും യൂസ് ചെയ്ത് മിയോങ്ങിനെ അവൻ തല്ലി വീഴ്ത്തുന്നു. എന്നാൽ മിയോങ്ങിന് യാതൊന്നും സംഭവിച്ചിരുന്നില്ല. മാത്രമല്ല തന്റെ സ്പെഷ്യൽ പവർ ഉപയോഗിച്ച് ചായുവിനെ ഒരു സ്റ്റോൺ ആക്കി മാറ്റാനും മിയോങ്ങിന് സാധിച്ചു. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതിനിടെ നമ്മുടെ ഈ ക്യോങ് നടന്ന് ഒരു ഐസ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ചുറ്റുപുറവും ഐസ് മാത്രമാണ്. പെട്ടെന്നാണ് പെയിൻ സഹിക്കാൻ കഴിയാതെ അവൾ അവിടെ കിടക്കുന്നത്. എന്നാൽ മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നു. ഐസിൽ വിള്ളൽ വന്നത് കാരണം അവൾ ഐസും പൊട്ടി വെള്ളത്തിനടിയിലേക്ക് പോകുന്നു. എന്നാൽ അവളെ ആരോ മുകളിലേക്ക് ഉയർത്തി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കാതെ അവിടെ സീൻ കട്ടായപ്പോൾ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരി ഇപ്പോഴാണ് കണ്ണ് തുറക്കുന്നത് തന്നെ. പിന്നീട് അവൾ നമ്മുടെ ടീമിനെ അന്വേഷിച്ച് നടക്കുകയാണ്. എന്നാൽ ആരെയും കാണാനില്ല. അങ്ങനെ ഇരിക്കെ പെട്ടെന്നാണ് നമ്മുടെ ജിസുവിനെ അവൾ കാണുന്നത്. അവൾ യോങ്സുവിനോട് ഇവിടെ വിട്ടുപോകാൻ വേണ്ടി പറയുകയായിരുന്നു. കാരണം അവൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കില്ല. ദേ കണ്ടില്ലേ, നിറകണ്ണുകളോടെ അവൻ അവിടെ നിന്ന് പോകുന്നു. ഇത് നമ്മുടെ ഹീറോയിനും കാണുന്നുണ്ട്. അവൾ ജിസു എന്ന് വിളിച്ച് ഉറക്കനെ നിലവിളിക്കുകയാണ്. പിന്നീട് എന്തോന്ന് തകരുന്ന ശബ്ദമാണ് നമ്മൾ കേട്ടത്. അവിടെ സീൻ കട്ടായി നമ്മുടെ ഈ ക്യോങ്. പുള്ളിക്കാരി ഇപ്പോൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ അവൾ കണ്ട കാഴ്ച ഭയാനകരമായിരുന്നു. അതെ, അവളുടെ കുഞ്ഞ് ഒരു മോൺസ്റ്റർ ആയിരുന്നു. അത് അവിടെ ഇരുന്ന് അമ്പിലിക്കൽ കോട് കഴിക്കുകയായിരുന്നു. ഈ കുഞ്ഞ് തന്നെയാണ് അവളെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതും. നിറകണ്ണുകളോടെ അവൾ അത് നോക്കി നിൽക്കുകയാണ്. നമ്മുടെ റെഫ്യൂജ് സെന്ററിലെ അവസ്ഥയാണെങ്കിലോ വളരെ പരിതാപകരമാണ്. അവിടെ മാകെ തകർന്നിരുന്നു. ഒരുപാട് ആളുകളുടെ ജീവനും നഷ്ടപ്പെട്ടു. പിന്നീട് ബാക്കിയുള്ളവരെ കൊണ്ട് സൈനികർ തൊട്ടടുത്തുള്ള സ്റ്റേഡിയത്തിലേക്ക് പോകുന്നതും കാണിച്ചാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. സോ ഗൈസ്, എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡ് ഞങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.